അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം. സൂറത്തുൽ മുൽക്ക്, മൂന്നാമത്തെ സൂക്തം വിശദീകരണം, ഭാഗം 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനാണവൻ, സബ്അ, 7 സമാവാത്തിൻ, ആകാശങ്ങളെ, തിബാഖ, ഒന്നിനുമീതെ മറ്റൊന്നായി, മാ തറ, നിനക്കു കാണാനാവില്ല, ഫീ ഖൽഖി, സൃഷ്ടിപ്പിൽ, അർ റഹ്മാൻ, പരമകാരുണികൻ്റെ, മിൻ തഫാവുത്ത്, ഒരു ഏറ്റക്കുറവും, ഫർജ്, നീ തിരിച്ചു കൊണ്ടുവരിക, അൽ ബസർ, നിന്റെ ദൃഷ്ടിയെ, ഹൽ തറ, നീ കാണുന്നുണ്ടോ, മിൻ ഫുതൂർ, വല്ല വിടവും. സൂറത്തുൽ മുൽക്കിലെ 1-2 സൂക്തങ്ങളിൽ അള്ളാഹുവിൻ്റെ ആധിപത്യത്തെക്കുറിച്ചും കഴിവിനെക്കുറിച്ചും ജനിമൃതികളെ മനുഷ്യന് പരീക്ഷണമാകാൻ സൃഷ്ടിച്ചതിനെക്കുറിച്ചും അവൻ്റെ ഇസ്സത്തിനെയും മഗ്ഫിറത്തിനെയും കുറിച്ചും സൂചിപ്പിച്ചു. ഈ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് അവൻ 7 ആകാശങ്ങളെ ഒന്നിനുമീതെ മറ്റൊന്നായി സൃഷ്ടിച്ചവനാണ് എന്നാണ്. അതിൽ ഒരു ഏറ്റവ്യത്യാസവും ന്യൂനതയും കാണാൻ കഴിയില്ല, നിങ്ങൾ എത്ര തന്നെ നോക്കിയാലും എന്നുമാണ്. 7 ആകാശങ്ങൾ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വിവിധ ഇടങ്ങളിൽ കാണാൻ കഴിയും. സബ് സമാവാത്ത്, 7 എന്ന സംഖ്യ അറബി ഭാഷയിൽ കൃത്യമായ ഒരു എണ്ണത്തെ സൂചിപ്പിക്കാനല്ല, മറിച്ച് ധാരാളം അല്ലെങ്കിൽ പരിധിയില്ലാത്തത് എന്ന അർത്ഥത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ലുഖ്മാനിലെ 27-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ വാക്കുകളുടെ അറിവിൻ്റെ ആധിക്യം വിവരിക്കാൻ 7 കടലുകൾ എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഭൂമിയിലുള്ള മരങ്ങളെല്ലാം പേനകളായിരിക്കുകയും സമുദ്രം മഷിയായിരിക്കുകയും അതിന് പുറമെ 7 സമുദ്രങ്ങൾ കൂടി തുണയായി വരികയും ചെയ്താലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ എഴുതി തീരുകയില്ല. തീർച്ചയായും അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു എന്നാണ് ആ സൂക്തത്തിൻ്റെ അർത്ഥം. 7 സമുദ്രങ്ങൾ എന്ന് അവിടെ പറഞ്ഞത് കൃത്യം 7 എണ്ണം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് എത്ര കടലുകൾ മഷിയാക്കിയെടുത്താലും അള്ളാഹുവിൻ്റെ അറിവിനെ രേഖപ്പെടുത്താൻ കഴിയില്ല എന്ന അനന്തതയെ സൂചിപ്പിക്കാനാണ്. 70 എന്ന സംഖ്യയും ഖുർആൻ സമാനമായി ഉപയോഗിച്ചത് കാണാൻ കഴിയും. മുനാഫിക്കുകളെ കുറിച്ച് പറയുന്നിടത്ത്, നീ അവർക്ക് വേണ്ടി പാപമോചനം തേടുകയോ തേടാതിരിക്കുകയോ ചെയ്യുക, നീ അവർക്ക് വേണ്ടി 70 വട്ടം പാപമോചനം തേടിയാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് സൂറത്ത് തൗബ 80-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇവിടെ 71 വട്ടം ചോദിച്ചാൽ പുറത്തു കൊടുക്കും എന്നല്ല ഇതിനർത്ഥം, മറിച്ച് നീ എത്രയധികം തവണ ചോദിച്ചാലും എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് ഭാഷാ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അറബി ഭാഷയിൽ, അറബി സാഹിത്യത്തിൽ 7 എന്ന സംഖ്യ തക്സീർ അഥവാ വർധനയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. 7, 70, 700 എന്നീ സംഖ്യകളൊക്കെ അദദുൽ കസ്ര, സംഖ്യാബാഹുല്യം എന്നാണ് ഇതിനെ പേര് വിളിക്കുന്നത്. അതിനാൽ 7 ആകാശങ്ങൾ എന്നതിനെ അങ്ങനെ 7 എന്ന കൃത്യമായ എണ്ണത്തിൽ തന്നെ എടുക്കേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. ആധുനിക കാലഘട്ടത്തിലെ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രപഞ്ചം അനന്തമാണെന്നും അതിലെ അനേകം തലങ്ങളെ സൂചിപ്പിക്കാനാണ് 7 എന്ന വാക്ക് ഉപയോഗിച്ചത് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. നാം ഇന്ന് കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിനപ്പുറം ഇനിയും കണ്ടെത്താനാവാത്ത നിരവധി പ്രപഞ്ചപാളികൾ ഉണ്ട് എന്നതിൻ്റെ സൂചനയായും അവർ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ 7 ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ആധിക്യത്തെ ഉദ്ദേശിച്ചാകാം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ വിപുലതയെ അനേകം തലങ്ങളെ ഉദ്ദേശിച്ചുള്ള ആലങ്കാരിക പ്രയോഗമാകാം, അതുമല്ലെങ്കിൽ 7 ഭൗതിക പാളികളെക്കുറിച്ചുമാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ നന്നായി പഠിക്കാൻ, ചിന്തിക്കാൻ, ജീവിതത്തിൽ ഖുർആൻ്റെ സന്ദേശങ്ങൾ കൊണ്ടുവരാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.